നോക്കിക്കൊണ്ടേയിരുന്നു. സമയമേറെ കഴിഞ്ഞെങ്കിൽ മാത്രമേ വാൽവ് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ആ കാലഘട്ടത്തിൽ എല്ലാ ഹോസ്പിറ്റലും ഇന്നത്തേതുപോലെ എല്ലാ ഹോസ്പിറ്റലും അത് ചെയ്യുന്നില്ലായിരുന്നു. എന്നാൽ അതിന്റെ പിൻപിൽ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിച്ചത്, അവൻ വിടുതൽ തരുവാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് എനിക്ക് ആ സമയങ്ങളിൽ അങ്ങനെ ക്രമീകരിക്കാനായിട്ടിടയായത്. കുറച്ചു നാളുകൾ കഴിഞ്ഞു ഞാനിങ്ങനെ മുൻപോട്ട് പോവുകയാണ്. എന്റെ ജീവിതത്തിൽ എന്റെ സ്വഭാവത്തിന്റെ ശൈലികൾ മാറി, എന്റെ രീതികൾ മാറി, ലോകപ്രകാരമുള്ള ജീവിതത്തിലേക്ക് വന്നു. ഈ കാലഘട്ടത്തിലുള്ള ചെറുപ്പക്കാർ കാണിക്കുന്നത് പോലെ തന്നെ ചില സമയങ്ങൾ ഞാൻ ആ ഒരു രീതിയിലേക്ക് മാറ്റപ്പെടുവാനായിട്ടിടയായി. എന്റെ ജീവിതശൈലിയിൽ ഒരു മദ്യപാനിയുടെ അനുഭവത്തിലേക്ക് മാറി. എന്നാൽ സ്വർഗത്തിലെ ദൈവം അതിൽ നിന്നും വിടുവിക്കുവാനായിട്ട് ഇടയായി തീർന്നതിനെ ദൈവത്തെ സ്തുതിക്കുക. പിന്നെ ഇതിൽ പറയേണ്ട സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പള്ളിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ പലതും പഠിച്ചുവെങ്കിലും എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ സ്വർഗത്തിൽ ദൈവം മാറ്റിമറിക്കുവാനുണ്ടായ വ്യത്യസ്തമായ ഒരു അനുഭവം, ലോകത്തിന് നടുവിൽ ലോകപ്രകാരം ജീവിച്ചപ്പോൾ പാപത്തിന്റെ ചില അവസ്ഥകൾക്കനുസരിച്ച് ജീവിക്കുവാനിടയായി. ലോകത്തിൽ എന്ത് കാണുന്നു, എന്ത് നോക്കുന്നു, അതിനനുസരിച്ച് ജീവിതചര്യകൾ മാറുവാൻ തുടങ്ങി. എന്റെ മുടിയുടെ സ്റ്റൈല് മാറി. എന്റെ ഹെയർ സ്റ്റൈല് മൈക്കിൾ ജാക്സൺ പോലെ ഒരാള്, അല്ലെങ്കിൽ ഇന്ത്യൻ അപ്പാച്ചി എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈൽ, ഓരോ സ്റ്റൈൽ ആരെ കാണുന്നു ആ സ്റ്റൈലിൽ. സിനിമാ നടൻ റഹ്മാന്റെ സ്റ്റൈലിൽ കുറെ നാള് മുടിയിട്ടുകൊണ്ട് നടന്നു. കമലഹാസൻ സ്റ്റൈലിൽ കുറെ നാൾ മുടി ചീകൊണ്ട് നടന്നു. ഇങ്ങനെ ഏതെല്ലാം വിധത്തിൽ എന്തെല്ലാം കാണിക്കാമോ ആ രീതിയിലെല്ലാം ആയിത്തീർന്നു. കൃപയിൽ ആശ്രയിച്ച് പറയട്ടെ, ആ ദൈവത്തിൽ ആശ്രയിക്കുവാൻ അന്നും ഇടയായില്ല. എന്നാൽ കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ എന്നെ ചതിച്ച ഒരാളോട് പകരം വീട്ടുവാൻ വേണ്ടി, ഒരു സിനിമാ സ്റ്റൈലിനോട് പകരം വീട്ടുവാൻ വേണ്ടി ബോംബെയിൽ കടന്നുപോയി. കള്ളക്കടത്തുകാരുമായി ബന്ധപ്പെട്ട് തിരിച്ചു വന്ന് അയാളെ തോക്കുകൊണ്ട് വെടിവെച്ചു കൊല്ലണം എന്നുള്ള ചിന്തയിൽ ആശ്രയിച്ച് ആര്യൻ എന്ന് പറയുന്ന സിനിമയിലെ മോഹൻലാലിനെ പോലെ ആകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ബോംബെയിൽ പോകാൻ വേണ്ടി ട്രെയിൻ കയറുവാൻ വേണ്ടി വന്നപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എന്റെ പേഴ്സ് ആരും അടിച്ചു മാറ്റി. അങ്ങനെ തന്നെ ആ ഒരു കാരണത്താൽ തന്നെ ഞാൻ പിന്നത്തേതിൽ പോകാൻ കഴിയാതെ ഭാരപ്പെട്ടു. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അന്നത്തെ സാഹചര്യത്തിൽ എന്റെ നേരെ കഴിച്ചുകൊണ്ട് നാളെ പോലും അടിക്കണം എന്നുള്ള ചിന്താധിക്കാരായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം അതിൽ നിന്നൊക്കെയും വിടുവിച്ചു കൊണ്ടുവരുവാനായിട്ടിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. കൃപയിൽ ആശ്രയിച്ച് പറയട്ടെ, ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഈ ദൈവത്തിന്റെ അടുക്കൽ വരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ ദൈവം നിങ്ങളെ വിടുവിക്കുന്ന ദൈവമായി നിങ്ങളോട് കൂടെയിരിക്കും. ദൈവം ഞാൻ തേടി ചെന്നതല്ല, എന്നെ തേടി വന്നതാണ്. കാരണം നമ്മെ തേടി വന്ന കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി ജീവനെ തന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവനോടെ നിൽക്കുന്നു. ഞാൻ സാക്ഷ്യം വേഗത്തിൽ പറയട്ടെ. അങ്ങനെ തന്നെ ഞാൻ മുൻപോട്ട് പോയി ലോകപ്രകാരം ജീവിച്ചു. ബ്രേക്ക് ഡാൻസ് കളിച്ചു, സിനിമാറ്റിക് ഡാൻസ്. ഇന്നാണ് സിനിമാറ്റിക് ഡാൻസ് വന്നത്. എന്നാൽ കുറെ സമയങ്ങൾ പല രീതിയിൽ ഇങ്ങനെ ഡാൻസ് കളിച്ചും മറ്റു രീതിയിലുമൊക്കെ ലോകപ്രകാരം ജീവിച്ചു മുൻപോട്ട് പോയി. എന്നാൽ സംഭവിച്ചത്, സ്വർഗത്തിലെ ദൈവം എന്നെ സ്നേഹിച്ചതുകൊണ്ട് പകരം വീട്ടുള്ള ആഗ്രഹത്തോടെ ഇറങ്ങിത്തിരിച്ച് ഞാൻ പല രീതിയിൽ മുൻപോട്ട് പോയി. എറണാകുളത്തു നിന്നും ഇടുക്കി കാണുവാൻ വേണ്ടി ഇടുക്കിയിൽ ചെന്നു. ഇടുക്കിയിൽ വെച്ച് മരിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ മരിക്കുവാൻ വേണ്ടി തുടങ്ങി. മരിക്കുവാൻ വേണ്ടി ഒരുങ്ങിയ സമയത്താണ് അവിടെ വെച്ചൊരു സായിപ്പ് മദാമയും കണ്ടു. ആ സായിപ്പ് മദാമയോടും കൂടെ ജനുവരി ഒരു ഓർമ്മ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ ആക്ഷൻ കാണിച്ചു. ഒരു ഗൈഡിനെ പോലെ നടന്നും അവർക്ക് ഇടുക്കി ഒന്ന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി ചെന്നു. എന്നാൽ ആ ഇടുക്കിയിൽ ചെന്ന സമയത്ത് അവരെ കാണിച്ചു കൊടുത്ത രീതിയിൽ വളരെ തെറ്റായിരുന്നു. അവരോട് പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു. കാരണം ഞാൻ അവരെ ചീറ്റ് ചെയ്തുകൊണ്ടാണ് അവരുടെ പുറകെ നടന്നത്. അവരിൽ നിന്ന് പൈസ കിട്ടിയിട്ട് ആ പൈസയുമായിട്ട് ബോംബെ പോകണമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു ഞാൻ. എന്നാൽ സംഭവിച്ചതോ, അവരുടെ കയ്യിൽ നിന്ന് പൈസ ലഭിച്ചില്ല. തുടർന്ന് ഞാൻ കോട്ടയത്ത് വന്ന അനുപമ തിയേറ്ററിന്റെ ഫ്രണ്ടിലുള്ള മെട്രോ ലോഡ്ജിൽ 14 നമ്പർ മുറിയിൽ 1990 ജാനുവരി മാസം 19 വെള്ളിയാഴ്ച രാത്രി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് ഞാൻ അവിടെ വന്ന് ഞാൻ കാത്തിരിക്കുന്ന സമയം എന്റെ കയ്യിൽ കുറെ ഉറക്കവിളിയുണ്ട്. അതെടുത്ത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ലൈറ്റൊക്കെ പോയി ട്യൂബ് ഓഫ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു വോൾട്ടേജ് കംപ്ലൈന്റ് ആയിരിക്കുമെന്ന്. എന്നാൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മറ്റൊരു പ്രകാശം ഞാൻ ആ മുറിയിൽ കണ്ടു. ആ പ്രകാശം എന്റെ അടുക്കലേക്ക്, എന്റെ മുഖത്തേക്ക് ആഞ്ഞു വീശി ഞാൻ ബെഡിലേക്ക് മറിഞ്ഞു വീണു. ഞാൻ ആ സമയം അൺകോൺഷ്യസ് ആയിട്ടില്ല. ഞാൻ വളരെ ബോധത്തോടെ തന്നെ കിടക്കുന്നു. ആ തീകോളം കാർട്ടൂണിലെ സൂര്യനെ പോലെ എന്നോട് വാവിളിച്ച് സംസാരിക്കുവാൻ തുടങ്ങി.
എന്നോട് സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു. യെശയ്യാവ് എന്ന പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, എന്റെ ജന്മം തുടങ്ങി ഞാൻ അതുവരെ ആയിരുന്ന അവസ്ഥ ഇനി ആകേണ്ടുന്ന അവസ്ഥ എന്ത് എന്ന് ആത്മീകോളം എന്നോട് പറഞ്ഞു. ആ വാക്യം ഇതായിരുന്നു, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ, താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ, അവർ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, ഞാൻ നിന്നെ എന്റെ ഉള്ളക്കയിൽ വരച്ചിരിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് ആ വചനം എനിക്ക് തന്നു. വചനം എന്തെന്നറിയാൻ വയ്യാത്ത, കാരണം ഞങ്ങൾ കത്തോലിക്കർക്ക് ഒരു കുഴപ്പമുള്ളത്, വചനം ശരിയായ രീതിയിൽ പഠിക്കുവാനായിട്ട് സാധിക്കത്തില്ല. വചനം പഠിക്കുന്നുവെങ്കിൽ ആ പഠിക്കുന്ന വചനം അതേ രീതിയിൽ ഗ്രഹിക്കാനും കഴിയത്തില്ല. സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നത് തന്നെ ശരിയായ രീതിയിലുള്ളതല്ല. കാരണം ബൈബിളിൽ ഇല്ലാത്തത് പലതും എഴുതി വെച്ചും അവിടെ പഠിപ്പിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. 10 കൽപ്പനകൾ തന്നെ വളരെ വ്യത്യസ്തമായ അനുഭവത്തിൽ എഴുതി വെച്ച് പഠിപ്പിക്കുന്നു, ബൈബിളിൽ ഇല്ലാത്തതാണ് എഴുതി പഠിപ്പിക്കുന്നു. എന്നാൽ ഒരു കാര്യം മനസ്സിലായത്, ആ ദിവസം കഴിഞ്ഞു, നേരെ വെളുത്തു, റൂം പോയി വന്നു. റൂമിൽ മുട്ടി വിളിച്ചപ്പോഴാണ് വിവരം അറിയുന്നത്. ആ സമയം